ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേസ് ഗേറ്റിലേക്ക് സ്വാഗതം. S1 മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സിയുടെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1ലെ ആദ്യത്തെ ടോപ്പിക് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ +2 മെട്രിസസ് പഠിക്കുന്നുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെയാണ് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ഒക്കെ കാണുന്ന മെട്രിക്സ് ഓപ്പറേഷനും നിങ്ങൾക്കറിയാം. അതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾ ബിടെക്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് മെട്രിക്സിന്റെ ജനറൽ ഫോം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കാം. മെട്രിക്സ് എ is equal to മെട്രിക്സ് A11 A12 A13 എക്സെട്ര A1n. അങ്ങനെ നമുക്ക് ഈ ഒരു ഫോമിലാണ് മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് മെട്രിക്സുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് എഴുതി കാണിക്കാം. ഞാൻ മെട്രിക്സ് എ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മെട്രിക്സ് എഴുതുവാണ്. 1 2 4 6 ഈ ഒരു മെട്രിക്സ് എഴുതിയാൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സൂചിപ്പിക്കുന്ന റോ? ഇതാണ് ഫസ്റ്റ് റോ R1, ഇതാണ് സെക്കൻഡ് റോ R2. കോളം അപ്പോൾ ഏതായിരിക്കും? ഇതാണ് ഫസ്റ്റ് കോളം C1, ഇതാണ് സെക്കൻഡ് കോളം. അപ്പൊ ഇവിടെ ഇവിടുത്തെ ഓർഡർ എന്താണ്? ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോ 2 ആണ്, കോളം 2 ആണ്. അപ്പോൾ വായിക്കുന്നത് ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2 ആണ്. ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ്. അപ്പോൾ 3/3 മെട്രിക്സ് ഓർഡർ 3/3 ഓർഡർ ആയിട്ടുള്ള ഒരു മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്? 3 റോയും 3 കോളവുമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെട്രിക്സ് ഞാൻ 3/3 ഓർഡർ വരുന്ന ഒരു മെട്രിക്സ് എഴുതി കാണിക്കാം. 1 2 3 5 6 7 8 9 10. ഓക്കെ, ഇതെന്താണ്? ഇത് 3/3 മെട്രിക്സ് ആണ്. അതായത് ഇവിടെ എത്ര റോയുണ്ട്, എത്ര കോളം ഉണ്ട്? 3 റോയും 3 കോളവും ഉണ്ട്. ഇതാണ് നമ്മുടെ R1 ഫസ്റ്റ് റോ, ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ R2, ഇതാണ് നമ്മുടെ തേർഡ് റോ. അടുത്തത് ഇത് കോളം C1 C2 C3. ഓക്കെ, 3 കോളം. അപ്പൊ ഇവിടുത്തെ ഓർഡർ എന്താണ്? 3/3 ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എന്താണ്? ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ്. അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് തന്നെ നമുക്ക് രണ്ട് ഡയഗണൽ എലമെന്റ്സ് ആണുള്ളത്. മെയിൻ ഡയഗണൽ എലമെന്റ്സ് അഥവാ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്, അല്ലെങ്കിൽ അത് ഒരു ടൈപ്പാണ്. മറ്റൊരെണ്ണം ഓഫ് ഡയഗണൽസ്. ഞാൻ ഒരു മെട്രിക്സ് ഞാൻ വരച്ചു കാണും. മെട്രിക്സ് ഞാൻ എഴുതിയിട്ട് ഡയഗണൽ എലമെന്റ് രണ്ടായിട്ടുള്ളത് ക്ലാസ് പറഞ്ഞുതരാം. ഓക്കെ, 1 6 4 2 3 1 0 2 1. ഇത് ഞാനൊരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മെയിൻ ഡയഗണൽ എലമെന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഡയഗണൽ എലമെന്റ് ആണ് ഈ 1 3 1 എന്ന് പറയുന്നതാണ് മെയിൻ ഡയഗണൽ എലമെന്റ്. മെയിൻ ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, ക്ലിയർ? അടുത്തതപ്പോ ഓഫ് ഡയഗണൽ എലമെന്റ് എന്താണ്? ഇതാണ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്കറിയാം സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് അറിയാമോ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ആയാൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ്. നമ്പർ ഓഫ്
റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ പല ടൈപ്പ് മെട്രിക്സ് ഉണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് എന്താണ്? ഒരു മെട്രിക്സ് ഞാൻ ഇവിടെ എഴുതുന്നു. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എ ബി സി ഡി എന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്താണ്? ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്താണ്? അതായത് ഇവിടുത്തെ റോയിനെ നമ്മൾ കോളത്തിൽ എഴുതും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് റോ അത് കോളം ആക്കി എഴുതി, സെക്കൻഡ് റോ അത് അടുത്ത കോളം ആക്കി എഴുതി. ഇതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയാൽ സിമ്മട്രിക് ആണ്. സ്ക്യൂ സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് ആയാൽ, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആയാൽ സ്ക്യൂ സിമ്മട്രിക് ആണ്. ഇനി ട്രയാങ്കുലാർ മെട്രിക്സ്. ട്രയാങ്കുലാർ മെട്രിക്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രയാങ്കുലാർ മെട്രിക്സ് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്, മറ്റൊരെണ്ണം ഏതായിരുന്നു? ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഓക്കെ, ഇനി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് നോക്കി. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി കാണിക്കാം. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 2 3 0 2 1 0 0 1. ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന് ഒരു എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 1 0 0 2 3 0 5 6 7. ഇവിടെ നോക്കുക, ഇവിടെ അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ട്രയാങ്കുലർ ഫോം വരുന്നുണ്ട് അല്ലേ? അതായത് മെയിൻ ഡയഗണൽ ലൈനിന് തൊട്ട് താഴെ എല്ലാം 0 ആണ്. നോക്കിയാൽ മെയിൻ ഡയഗണൽ ലൈനിന് തൊട്ട് താഴെ എല്ലാം 0 അല്ല. മെയിൻ ഡയഗണൽ ഏതാണ്? 1 2 1, അതിന് തൊട്ട് താഴെ 0 ആണ്. അതാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? താഴെയാണ് ഒരു ട്രയാങ്കുലർ ഇത് വരുന്നത്. അതായത് മെയിൻ ഡയഗണൽ ലൈനിന് മുകളിലോട്ടുള്ള ഇതൊക്കെ 0 വരുന്നുണ്ട് അല്ലേ? ഓക്കെ ആണല്ലോ? ഒരു സെക്കൻഡ്. ഓക്കെ, ഇതാണ് നമ്മൾ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഒന്ന് നോക്കി വെച്ചേക്കണേ, നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, മെയിൻ ഡയഗണൽ എലമെന്റ് തൊട്ട് താഴെ 0. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾക്ക് ബിടെക്കിൽ പഠിക്കാനുള്ള പോർഷൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതിക്കൂ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ട് ഇക്വേഷൻസ് എടുത്തെഴുതാം. അതായത് രണ്ട് വേരിയബിൾ ഉള്ള എക്സ് വൈ വേരിയബിൾ ഉള്ള രണ്ട് ഇക്വേഷൻ എടുത്തെഴുതുന്നു. 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 9. രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് 4x പ്ലസ് 7y ഈസ് ഈക്വൽ ടു 5. രണ്ട് ഇക്വേഷൻ ആയല്ലോ. ഇനി ഇതിനെ ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇതിനെ ഞാൻ മെട്രിക്സിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പോവാം. ഇക്വേഷൻ നമ്പർ 1 ഞാൻ മെട്രിക്സിലേക്ക് മാറ്റുവാണ്. ഇതിനകത്ത് നോക്കുക, 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 9. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഉള്ള ടേം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റോ വെക്ടർ ആണ്. ഒരു കോൺസ്റ്റന്റ് റോ വെക്ടർ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ എക്സിന്റെ കൂടെയുള്ള ടേം 2, വൈയുടെ കൂടെയുള്ള ടേം 3,
അപ്പോൾ അതൊരു റോ ആണ്, റോ ആയിട്ടാണ് എഴുതേണ്ടത്. ആ എക്സും വൈയും എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ ആണ്. വേരിയബിൾ എപ്പോഴും നമ്മൾ കോളം മെട്രിക്സ് ആയിട്ട് വേണം എഴുതാൻ. വിച്ച് ഈസ് ഈക്വൽ ടു 9. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, മെട്രിക്സിലോട്ട് മാറ്റിയത്. സെക്കൻഡ് ഇക്വേഷൻ അപ്പൊ എങ്ങനെ വരുന്നു? -4 മെട്രിക്സ് -4 7 എക്സ് വൈ വേരിയബിൾ അല്ലേ, എക്സ് വൈ കോളം മെട്രിക്സ് ആണ്, ഇസ് ഈക്വൽ ടു 5. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ എന്ത് വരുന്നു? 2 3 ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ മെട്രിക്സ്. അടുത്ത റോ എന്താണ്? -4 7. വേരിയബിൾ എന്താണ്? രണ്ടിനും എക്സ് വൈ അല്ലേ, അപ്പോൾ അതൊരു കോളം. റൈറ്റ് സൈഡിൽ എന്ത് വരുന്നു? 9ഉം 3ഉം. അതായത് ആദ്യത്തെ ഇക്വേഷൻ അതേപോലെ എഴുതുന്നു, രണ്ടാമത്തെ ഇക്വേഷനിലെ മെട്രിക്സ് അതേപോലെ എഴുതുന്നു, വേരിയബിൾ എക്സ് വൈ അതേപോലെ എഴുതുന്നു. 9 3 റൈറ്റ് സൈഡിൽ 9 3. ഓക്കെ, ക്ലിയർ? അപ്പൊ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നതും കോളം മെട്രിക്സ് ആയിട്ട് വേണം എഴുതാൻ, അത് വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്, നമുക്കിങ്ങനെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വരും, അതിന്റെ സൊല്യൂഷൻ കാണുക. അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനകത്ത് നിന്നും എക്സിന്റെ വാല്യൂ എന്താണ്, വൈയുടെ വാല്യൂ എന്താണ്, അതാണ് നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് ആദ്യം പഠിക്കുന്നത്. അതിന് നമ്മൾ ഓപ്പറേഷൻസ്, റോ ഓപ്പറേഷൻസ് നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മൾ ഓരോ മെത്തേഡ്, ഗോസ് എലിമിനേഷൻ മെത്തേഡ്, റോ ഇക്ലോൺ ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നു. ആ മെത്തേഡ് ഉപയോഗിച്ച് റോ റെഡ്യൂസ് ചെയ്ത് ഈ എക്സിന്റെയും വൈന്റെയും, അതായത് വേരിയബിൾസിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഈ 2 3 -4 7 എക്സ് വൈ എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ എ, ക്യാപിറ്റൽ എ ആണ് ഇത്. ഈ എക്സ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നതാണ് വേരിയബിൾ. റൈറ്റ് സൈഡിലുള്ള മെട്രിക്സ് ബി. അപ്പോൾ ഇത് എന്ത് ഫോം ആണെന്ന് മനസ്സിലായി? എ എക്സ് ഈസ് ഈക്വൽ ടു ബി ഫോമിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായല്ലോ. എ എക്സ് ഈസ് ഈക്വൽ ടു ബി ഫോം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ജനറലി നമുക്ക് എന്ത് പറയാം? ജനറലി നമുക്ക് ഇക്വേഷൻ, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn is equal to b1. അടുത്തതോ a21 x1 പ്ലസ് a22 x2 പ്ലസ് എക്സെട്ര a2n xn is equal to b2 എക്സെട്ര 2. ലാസ്റ്റ് ടൈം അപ്പം എന്ത് വരുന്നു? am1 x1 പ്ലസ് am2 x2 പ്ലസ് എക്സെട്ര പ്ലസ് amn xn is equal to bm. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഇതിനെ മെട്രിക്സിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പോവാം. മെട്രിക്സിലോട്ട് ഞാൻ തൊട്ട് മുകളിൽ ഞാൻ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ജനറലി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ജനറലി മെട്രിക്സിനകത്ത് എഴുതുമ്പോൾ ഇതിനകത്ത് നോക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വേഷന്റെ എക്സിന്റെ x1ന്റെ കൂടെ ഉള്ള ടൈം a11, x2ന്റെ കൂടെയുള്ള ടൈം ഏതാണ്? a12, എക്സെട്ര 2. നമുക്ക് എന്ത് എഴുതാം? a1 എന്ന് എഴുതാം. ഇതേപോലെ നമ്മൾ സെക്കൻഡ് റോ a21 a22 എക്സെട്ര a2n. അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? am1 am2 എക്സെട്ര amn. അടുത്തത് എന്താണ്? നമ്മൾ അടുത്ത മെട്രിക്സ് എന്തായിരുന്നു? കോളം മെട്രിക്സ് ആണ് നമ്മൾ പറഞ്ഞു. ആ കോളം മെട്രിക്സിനകത്ത് എന്താണ് എഴുതേണ്ടത്? വേരിയബിൾ. ഇവിടെ വേരിയബിൾ എന്താ? x1 x2 എക്സെട്ര xn അല്ലേ. അപ്പൊ നമ്മളത് കോളമായിട്ട് എഴുതണം. x1 x2 എക്സെട്ര xn വിച്ച് ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിലുള്ള എന്താണ്? അതും കോളം മെട്രിക്സ് ആണ്. അവിടെ എന്താണ് ടൈം? എന്താണ്? ഓരോ ഇക്വേഷന്റെയും ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ഇക്വേഷന്റെ b1, സെക്കൻഡ് ഇക്വേഷന്റെ b2 എക്സെട്ര ടു bn. bn അല്ല, bm. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ
ജനറൽ ആയിട്ടുള്ള ഫോം. ഇതിനെ ഞാൻ ക്യാപിറ്റൽ എ എന്നും ഇതിനെ ഞാൻ ക്യാപിറ്റൽ എക്സ് എന്നും ഇതിനെ ഞാൻ ക്യാപിറ്റൽ ബി എന്നുമാണ് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ എ എക്സ് ഈസ് ഈക്വൽ ടു ബി ഫോമിലാണ് നമ്മൾക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എ എക്സ് ഈസ് ഈക്വൽ ടു ബി ഫോം എന്ന് പറയുന്നത് ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇതൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ് ഈസ് ഈക്വൽ ടു 0 ഫോമിലുള്ളതാണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ എ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സാമ്പിൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈസ് ഈക്വൽ ടു 0. റൈറ്റ് സൈഡിൽ എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പുറത്ത് എന്താ? എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്താ? എന്തെങ്കിലും ടേംസ് ഉണ്ടായിരിക്കും. ഇതാണ് ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും തമ്മിലുള്ള വ്യത്യാസം. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനും നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഇനി ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ കാണണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് എ ബിനെ പറയുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഒരു ഇക്വേഷൻ, ഞാൻ മുമ്പേ എഴുതിയിട്ടുള്ള ഇക്വേഷൻ, അതേപോലത്തെ ഒരു ഇക്വേഷൻ എഴുതുന്നു. 2x പ്ലസ് വൈ പ്ലസ് 3z ഈസ് ഈക്വൽ ടു 9. ചുമ്മാ ഇക്വേഷൻ എഴുതുവാണേ നിങ്ങളെ കാണിക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് ഇക്വേഷൻ. അടുത്തത് എക്സ് പ്ലസ് 3y പ്ലസ് z ഈസ് ഈക്വൽ ടു 8. അടുത്തത് y പ്ലസ് 2z ഈസ് ഈക്വൽ ടു 7. അപ്പൊ ഇതിന്റെ മെട്രിക്സ് നിങ്ങൾക്കറിയാം. എ എക്സ് ഇസ് ഈക്വൽ ടു ബി ഫോം അറിയാമല്ലോ. എ എക്സ് ഇസ് ഈക്വൽ ബി ഫോം എന്ന് പറഞ്ഞാൽ 2 1 3. ആദ്യത്തെ ഇക്വേഷന്റെ ഓരോന്നിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് നേരെ എഴുതുക. 2 എക്സിൻ്റെത്, വൈയുടേത്, ഇസഡിൻ്റെത്. രണ്ടാമത്തെ റോയിൽ എക്സ് 1 വൈ 3 ഇസഡ് 1. മൂന്നാമത്തേതിൽ എക്സ് ഇല്ല, അപ്പോൾ 0. വൈ എന്താണ്? 1. ഇസഡ് എന്താണ്? 2. കോഎഫിഷ്യന്റ്. അടുത്ത എന്താണ്? അടുത്ത മെട്രിക്സ് എന്തായിരുന്നു? വേരിയബിൾ അല്ലേ? ഇവിടെ എക്സ് വൈ ഇസഡ് അല്ലേ? അപ്പൊ എക്സ് അത് കോളം ആയിട്ട് എഴുതുന്നു. എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു ബി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈക്വൽ ടു സൈൻ ഉള്ളത് റൈറ്റ് സൈഡിലുള്ള ടൈം. ഫസ്റ്റ് ഇക്വേഷന്റെ 9 ആണ്, സെക്കൻഡ് ഇക്വേഷന്റെ 8 ആണ്, തേർഡ് ഇക്വേഷന്റെ 7 ആണ്. അപ്പോൾ ഇത് എ എക്സ് ബി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണ്? മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞ്. മെട്രിക്സ് എ ബി എന്ന് പറയുന്നത് എ മെട്രിക്സ് നമ്മൾ അതേപോലെ എഴുതുന്നു. 2 1 3 നമ്മൾ അതേപോലെ എഴുതുന്നു. ആ മെട്രിക്സ് ഫുള്ള് എഴുതിക്കൊന്ന്. 1 3 1 0 1 2. എന്നിട്ട് അതിന്റെ കൂടെ നമ്മുടെ ബി മെട്രിക്സും കൂടെ കോളമായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സ് എ ബിനെ പറയുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇത് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം, മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്താണെന്ന് അറിയണം. അപ്പൊ അടുത്തൊരു ഹെഡിങ് കൊടുത്തു, റാങ്ക്. റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എ മെട്രിക്സ്. ഒരു മെട്രിക്സിലെ നമ്പർ ഓഫ് നോൺ സീറോ റോയുടെ എണ്ണമാണ് റാങ്ക് എന്ന് പറയുന്നത്. ഒരു മെട്രിക്സ് ഞാൻ വരച്ചു കാണിക്കാം, എഴുതി കാണിക്കാം. 1 2 1 0 2 1 0 0 1. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോ. നോൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ അല്ലാത്ത റോകളുടെ എണ്ണം, ഫുള്ള് സീറോ അല്ലാത്ത റോകളുടെ എണ്ണം. ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പൊ റാങ്ക് 3 ആണ്. മറ്റൊരു മെട്രിക്സ് 1 2 1 0 1 0 0 0 0.
ഇതിന്റെ റാങ്ക് എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പൊ ഇവിടെ എത്ര നോൺ സീറോ ആയിട്ടുള്ള റോ ഉണ്ട്? ഫസ്റ്റ് റോ നോൺ സീറോ ആണ് അല്ലെ, 1 2 1 എന്ന്. സെക്കൻഡ് റോ എന്താണ്? 0 1 0 എന്ന്. അപ്പോൾ മൂന്നാമത്തെ റോ ഫുൾ സീറോ, അപ്പോൾ അത് എന്താണ്? ഫുൾ സീറോ ആണ്. അപ്പൊ നോൺ സീറോ ആയിട്ടുള്ള എത്ര എണ്ണമേ ഉള്ളൂ? 2 എണ്ണമല്ലേ ഉള്ളൂ. അതായത് സംഖ്യകളുള്ളത് ഫുള്ള് സീറോ അല്ലാത്ത റോകൾ എണ്ണുന്നു. ആ റോകളുടെ എണ്ണത്തിനെയാണ് റാങ്ക് എന്ന് പറയുന്നത്. ഫുള്ള് സീറോ അല്ലാത്ത റോകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഹോമോജീനിയസും ഉണ്ട്, നോൺ ഹോമോജീനിയസും ഉണ്ട്. ഹോമോജീനിയസിന്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AX is equal to 0 ഫോം ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇല്ല അവിടെ. ഇവിടെ AX is equal to B ഫോം, ബി മെട്രിക്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ. ഇപ്പൊ AX is equal to 0 ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ്, മെട്രിക്സിന്റെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ ഫോം എങ്ങനെ ആയിരിക്കും? x plus y plus 2z is equal to 0, y plus z is equal to 0, x plus z is equal to 0. അതായത് നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കിയാൽ മതി, റൈറ്റ് സൈഡ് ഫുള്ള് സീറോ ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ ഇല്ല. അതാണ് ഹോമോജീനിയസ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഹോമോജീനിയസ് സിസ്റ്റം ആണോ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഹോമോജീനിയസ് സിസ്റ്റം ആണെങ്കിൽ അതിന് 2 ടൈപ്പ് സൊല്യൂഷൻ ആണ് നമുക്കുള്ളത്. ട്രിവിയൽ സൊല്യൂഷനും ഉണ്ട്, നോൺ ട്രിവിയൽ സൊല്യൂഷനും ഉണ്ട്. ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയാൽ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വേരിയബിൾ. മനസ്സിലായി? എക്സ് വൈ ഇസഡ് ആണല്ലോ വേരിയബിൾ, അതിനെ തന്നെ പറയുന്നതാണ് നമ്പർ ഓഫ് അൺനോൺസ്. അത് എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും വാല്യൂ. നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനിൽ നിന്നും ഇപ്പൊ നമ്മൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഇപ്പൊ 2 ഇക്വേഷൻ ഒക്കെ തരുവാണെങ്കിൽ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ഇവിടെ 2ൽ കൂടുതൽ വേരിയബിളും ഒരു 4-5 ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എക്സ് വൈ ഇസഡിന്റെ ഒക്കെ വാല്യൂസ് ആണ് നമ്മൾ കാണുന്നത്, വേരിയബിളിന്റെ വാല്യൂസ് ആണ് കാണുന്നത്. അപ്പൊ ആ വേരിയബിളിനെ തന്നെയാണ് നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയാൽ ട്രിവിയൽ സൊല്യൂഷനും റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയാൽ നോൺ ട്രിവിയൽ സൊല്യൂഷനുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനിയിപ്പോ അടുത്തായിട്ട് നമുക്ക് നോൺ ഹോമോജീനിയസിലേക്ക് പോയാൽ, നോൺ ഹോമോജീനിയസ് ഇച്ചിരി വലിയ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെയാണ്, വലിയ കുഴപ്പമില്ല. ഓക്കെ, നോൺ ഹോമോജീനിയസിന്റെ ലീനിയർ ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ AX is equal to B ഫോം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി അതിന്റെ ഓരോ കണ്ടീഷൻസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയാൽ സിസ്റ്റം കൺസിസ്റ്റന്റും ആണ്, യുണീക് സൊല്യൂഷനും ആണ്. ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്താണ് ആദ്യം റാങ്ക് ഓഫ് എ ബി കാണണം, അതിനുശേഷം എന്താണ് റാങ്ക് ഓഫ് എ കാണണം, അപ്പോൾ അതിനുശേഷം നമ്പർ ഓഫ് അൺനോൺസ് എണ്ണി നോക്കണം. ഇത് മൂന്നും ഈക്വൽ ആയാൽ നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. അതിനൊരു യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ അൺനോൺസ് എന്താണ്? എക്സ് വൈ, നമ്മുടെ വേരിയബിൾ എന്താണ്? എക്സ് വൈ ഇസഡ് ആണെങ്കിൽ എക്സിന് ഒരൊറ്റ വാല്യൂവേ കാണത്തുള്ളൂ, വൈക്ക് ഒരൊറ്റ വാല്യൂവേ കാണത്തുള്ളൂ, ഇസഡിന് ഒരൊറ്റ വാല്യൂവേ കാണത്തുള്ളൂ. അതാണ് യുണീക്ക് സൊല്യൂഷൻ. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് തന്നെയാണ്, പക്ഷേ അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണുള്ളത്. എക്സിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ കാണും, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് വരുന്നു. ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും, നോ സൊല്യൂഷൻ ആയിരിക്കും. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത്? റാങ്ക് ആണ് കാണുന്നത്. റാങ്ക് കണ്ടിട്ട് നമ്പർ ഓഫ് അൺനോൺസുമായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കാനുള്ള പരിപാടികൾ നോക്കുന്നു. വളരെ എളുപ്പമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെയൊക്കെ സൊല്യൂഷൻ വേണമല്ലോ. ഇപ്പൊ യുണീക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് ഏത് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് രണ്ട് മെത്തേഡുകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, ഗോസ് എലിമിനേഷൻ മെത്തേഡും റോ ഇക്ലോൺ ഫോം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് നമ്മളൊരു പ്രോബ്ലത്തിലൂടെ തന്നെയാണ് അത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഓപ്പറേഷൻസ് നിങ്ങൾ പണ്ട് പഠിച്ചതാണ്, അപ്പൊ അതിന്റെ ഓപ്പറേഷൻസ് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിനകത്ത് അതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് നേരെ ഗോസ് എലിമിനേഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഗോസ് എലിമിനേഷൻ ഞാൻ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യു സോൾവ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് x plus y plus z is equal to 6, x plus 2y minus 3z is equal to minus 4, minus x minus 4y plus 9z is equal to 18. ഇത് ഡിസംബർ 2017 KTUവിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ സൊല്യൂഷൻ എഴുതിക്കൊള്ളുക. The augmented matrix of the form, the augmented matrix of the form എങ്ങനെയാണ് വരുന്നത് നോക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനകത്ത് ഇത് എന്ത് ടൈപ്പ്, ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണോ? ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ടേം ഉണ്ട്. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 6. അതേപോലെ എക്സ് പ്ലസ് 2y മൈനസ് 3z ഈസ് ഈക്വൽ ടു മൈനസ് 4, മൈനസ് എക്സ് മൈനസ് 4y പ്ലസ് 9z ഈസ് ഈക്വൽ ടു 18. അതായത് ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്ത് ഫോം ആണ്? AX ഈസ് ഈക്വൽ ടു ബി ഫോം ആണെന്നും ഇതൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നു നോൺ ഹോമോജീനിയസ്. അപ്പോൾ അതിന്റെ സൊല്യൂഷന്റെ ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും, യുണീക് സൊല്യൂഷൻ ആയിരിക്കും. റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയാൽ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്, നോ സൊല്യൂഷൻ ആണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാൻ പോവാണ്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണ്. മെട്രിക്സ് എ ബിനെ പറയുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് റോ എന്താണ് വരുന്നത്? ഫസ്റ്റ് ഇക്വേഷന്റെ എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും കോഎഫിഷ്യന്റ് നേരെ എഴുതുന്നു, റോ ആയിട്ട് എഴുതുന്നു. 1 1 1. ബി മെട്രിക്സിന്റെ ആദ്യത്തെ ടേം എന്താണ്? 6. അതങ്ങ് എഴുതിയാൽ മതി. ഓരോ ഇക്വേഷൻ അങ്ങ് കോഎഫിഷ്യന്റ് നേരെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് എന്താണ്? 1, വൈ എന്താണ്? 2, ഇസഡ് എന്താണ്? -3. ബി മെട്രിക്സ് എന്താ? -4 അല്ലേ. അടുത്തത് എന്താണ്? -1 -4 9 18. അപ്പൊ ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് ഓപ്പറേഷൻസ്, റോ ഓപ്പറേഷൻസ് കൊടുത്തിട്ട് നമ്മൾ ഇത് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, റെഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഓപ്പറേഷൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ഒരു ഞാൻ പറഞ്ഞു തരാം. ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോസ് എലിമിനേഷൻ മെത്തേഡിനകത്ത് ഓരോ റോയിലെയും ആദ്യത്തെ എലമെന്റ് എന്താണ്? നോൺ സീറോ ആയിരിക്കണം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. അതായത് സീറോ ആകാൻ പാടില്ല. ഇപ്പൊ ഇവിടെ സീറോ ആണ്. ഫസ്റ്റ് എലമെന്റിന്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണ്. അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 1ന് തൊട്ട് താഴെയുള്ള ടേംസ്, 1ന് തൊട്ട് താഴെ ഒരു 1 ഉണ്ട് മൈനസ്, അത് നമ്മൾ സീറോ ആക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഓപ്പറേഷൻസ് നമ്മൾ കൊടുക്കണം, റോ ഓപ്പറേഷൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം
ഓപ്പറേഷൻസ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈക്വൽ ടു സൈൻ അല്ല കൊടുക്കേണ്ടത്, ഈക്വൽ ടു അല്ല ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈൻ ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സൈൻ ഉപയോഗിക്കാം, അതല്ല ഇങ്ങനെ ഉപയോഗിക്കാം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സൈൻ നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഈക്വൽ ടു ഇടല്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ മെട്രിക്സ് വരച്ചു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോൺ സീറോ ആണോ ചെക്ക് ചെയ്യും. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോൺ സീറോ ആണ്, 1 ആണ്. അപ്പോൾ ആ മെട്രിക്സിന്റെ ആ റോ നമ്മൾ അതേപോലെ എഴുതുന്നു. 1 1 1 6. ഇനി ഞാൻ എന്താ പറഞ്ഞത്, നമ്മുടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിന് തൊട്ടു താഴെ കിടക്കുന്ന 1ഉം -1ഉം നമ്മൾ എന്താക്കണം, 0 ആക്കണം. 0 ആക്കാനുള്ള ഓപ്പറേഷൻസ് കൊടുക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് R1 ആണെന്നും ഇതെന്ന് പറയുന്നത് R2 ആണെന്നും ഇതെന്ന് പറയുന്നത് R3 ആണെന്നും നിങ്ങൾക്കറിയാമല്ലോ. അതായത് റോ 1, റോ 2, റോ 3. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ റോ 2-നാണ് ചേഞ്ചസ് വരുത്താൻ പോകുന്നത്. R2. അപ്പൊ റൈറ്റ് സൈഡിൽ നമ്മൾ ഓപ്പറേഷൻസ്, നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻസ് റൈറ്റ് സൈഡിലാണ് കൊടുക്കുക. അപ്പൊ R2 ചേഞ്ചസ് 2, R2 ചേഞ്ചസ് 2, R2-ലാണ് ചേഞ്ച് കൊണ്ടുവരുന്നതെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ് കൊടുക്കുന്നതും R2-ൽ തന്നെ തുടങ്ങണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ R2 ചേഞ്ചസ് 2 R1 മൈനസ് R2 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, R2 ചേഞ്ചസ് 2 R2 മൈനസ് R1, R2-വിൽ നിന്ന് തന്നെ വേണം ചെയ്യാൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓപ്പറേഷൻസ് ഇപ്പോൾ എന്താ, അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഒരു സ്കെയിലാർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റ് റോയുമായിട്ട് എന്താ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ ഓപ്പറേഷൻസ് പലതാണ്. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ലക്ഷ്യം ഈ 1ന് തൊട്ട് താഴെയുള്ള 1 0 ആക്കുക, റോ 2 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരു 1 ആണ് കിടക്കുന്നത്. അപ്പൊ 1 മൈനസ് 1 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ എന്ത് ഓപ്പറേഷൻ ആണ് കൊടുക്കുന്നത്, R2 ചേഞ്ചസ് 2 R2 മൈനസ് R1 എന്ന് പറയുന്ന ഓപ്പറേഷൻ ഞാൻ കൊടുത്തു. അപ്പോൾ ആ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം എന്തായ, 1 മൈനസ് 1 0 അല്ലേ. R1-ലെ R2-ലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്, 1 ആണ്. അതേ മൈനസ് R1 കറസ്പോണ്ടിങ് ആയിട്ട് R1-ന്റെ ടൈം എന്താണ്, മുകളിലുള്ള 1 ആണ്. അപ്പൊ 1 മൈനസ് 1 0 ആയി. അടുത്ത ടൈം എന്താണ്, 2 ആണ് ഇല്ലേ, R2. 2 കറസ്പോണ്ടിങ് ആയിട്ട് R1-ലെ എലമെന്റ് എന്താണ്, മുകളിൽ 1 ആണ്. അപ്പൊ 2 മൈനസ് 1 എന്താണ്, 1 ആണ്. 2 മൈനസ് 1 1 ആണ്. ഓക്കെ അല്ലേ. നമ്മൾ ഏതൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്, നമ്മൾ ഇതേണ്ട കണ്ടോ, ഇതും കൂടാണ് നോക്കുന്നത്. ഇപ്പൊ ഇതിലെ R2 മൈനസ് R1 അല്ലേ. അപ്പൊ 1 മൈനസ് 1 0, 2 മൈനസ് 1 1, -3 മൈനസ് 1, -3 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, -4 വന്നു. അടുത്ത എന്താ, -4 -6, എന്ത് കിട്ടുന്നു, -10 കിട്ടി അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഓപ്പറേഷൻസ് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്താണ്, നമുക്ക് ഇനി -1, ഇപ്പൊ ഒരെണ്ണമേ കഴിഞ്ഞിട്ടുള്ളൂ ഇല്ലേ. അതായത് നമ്മളിപ്പോ എന്താ ചെയ്തേക്കുന്നത്, നമ്മളെ മുകളിലത്തെ ഏറ്റവും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആയിട്ടുള്ള 1ന് തൊട്ട് താഴെയുള്ളതേ ചെയ്തിട്ടുള്ളൂ. ഇനി ആ -1ഉം കൂടെ നമ്മൾ 0 ആക്കണം. അപ്പൊ അത് ഏത് റോ ആണ്, തേർഡ് റോ. അപ്പൊ R3 ചേഞ്ചസ് 2. ഇവിടെ -1 ആണ് കിടക്കുന്നത്. നമ്മൾ എപ്പോഴും എന്താണ്, നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നത് എന്താണ്, R1 ആണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പൊ R1-ആയിട്ട് വേണം നമ്മൾ ഓപ്പറേഷൻസ് കൊടുത്തു പോകാൻ. അപ്പൊ R3 ചേഞ്ചസ് 2, നമ്മൾ നേരെ R3-ല് ഫസ്റ്റ് -1 ആണ്. അപ്പൊ -1ന്റെ അവിടെ 0 ആകണം എന്നുണ്ടെങ്കിൽ -1ന്റെ കൂടെ ഒരു +1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 0 ആണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ നമ്മൾ നേരെ R1-ലേക്ക് നോക്കിയപ്പോൾ ആ -1ന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് മുകളിൽ R1-ൽ ഒരു 1 ആണ് കിടക്കുന്നത്. കണ്ടോ എല്ലാവരും, നേരെ നോക്കി 1 അല്ലേ കിടക്കുന്നത്. അപ്പൊ -1 +1 0 ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്റെ ഓപ്പറേഷൻസ് ഞാൻ എങ്ങനെ എടുക്കും, R3 പ്ലസ് R1 എന്ന് എടുത്തു. ക്ലിയർ. അപ്പോൾ ഞാൻ കൊടുത്തോട്ടെ. അപ്പൊ -1ഉം +1ഉം കൂടെ 0 ആയി മാറി. -4ഉം +1ഉം എന്തായി മാറി, -3 ആയി മാറി. അടുത്തത് എന്താ, 9 + 1, R1-ലെ ഇതുമായിട്ടാണ് ചെയ്യേണ്ടത്. R3-ൽ എന്താ, 9 ആണ്. 9 കറസ്പോണ്ടിങ് ആയിട്ട് R1-ൽ എലമെന്റ് 1 അല്ലേ. അപ്പൊ എന്താ, 9, നമ്മുടെ ഓപ്പറേഷൻ എന്താ, R3 + R1. അപ്പൊ 9 + 1 10. അടുത്തത് എന്താണ്, 18 +
6. അപ്പൊ എന്ത് കിട്ടുന്നു? 24 കിട്ടുന്നു. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ എന്താ നമ്മൾ ചെയ്തേ? നമ്മളിപ്പോ ഗോസ് എലിമിനേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റോയിലെ ഫസ്റ്റ് എലമെന്റ് സീറോ അല്ലാത്ത എലമെന്റ് നോൺ സീറോ ആണോ ചെക്ക് ചെയ്യുക. അപ്പൊ നോൺ സീറോ ആണെന്ന് മനസ്സിലായി. അപ്പൊ ആ നോൺ സീറോയുടെ തൊട്ട് താഴെയുള്ള 2 എലമെന്റ് സീറോ ആക്കണം. ഓക്കെ, ഇവിടെ 3 റോയേ ഉള്ളൂ, അതുകൊണ്ട് 2 റോയേ ഉള്ളൂ. ഫസ്റ്റ് റോയുടെ തൊട്ട് താഴെ 2 റോ. അപ്പൊ ആ 1ഉം -1ഉം സീറോ ആക്കണം. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ എന്താ, നമ്മളപ്പോ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തത്, നമ്മൾ ഇനി സെക്കൻഡ് റോയിലേക്ക് വരിക. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഏതാണ്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. ആ 1ന് തൊട്ട് താഴെ സീറോ ആണോ ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കിയപ്പോ സീറോ അല്ല, -3 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 1ന് തൊട്ട് താഴെ കിടക്കുന്ന -3നെ എന്താക്കണം? സീറോ ആക്കണം. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന് തൊട്ട് താഴെയുള്ള എലമെന്റുകൾ സീറോ ആക്കുക എന്നതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തെ റോയിലേത് എടുത്തു. ആദ്യത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് തൊട്ട് താഴെ 2 സീറോ ആക്കി വെച്ചു. ഇനി രണ്ടാമത്തെ റോ എടുത്തു. രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, അതായത് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ആദ്യത്തെ നോൺ സീറോ ആയിട്ട് കിടക്കുന്ന എലമെന്റ്. അതിന് തൊട്ട് താഴെയുള്ള ടേം സീറോ ആണോ ചെക്ക് ചെയ്തപ്പോൾ -3 ആണ് കിടക്കുന്നത്. അപ്പോൾ -3യുടെ അവിടെ സീറോ ആക്കാനായിട്ട് നമുക്ക് എന്താണെന്ന് അറിയാം. -3യുടെ കൂടെ ഒരു +3 ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സീറോ ആകുമെന്ന് നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് എന്താണ് കൊടുക്കേണ്ടത്? നമുക്കപ്പോൾ ആദ്യത്തെ 2 റോ അതേപോലെ എഴുതുന്നു, അതിലൊന്നും മാറ്റമില്ല കേട്ടോ. 1 1 1 6ഉം 0 1 -4 -10. ഓക്കെ, ഇത് രണ്ടെണ്ണം അതേപോലെ എഴുതി. ഇനി നമ്മൾ R3യിലാണ് ചേഞ്ച് വരുന്നത് അല്ലേ? R3 ചേഞ്ചസ് ടു R3 പ്ലസ് -3 +3 അല്ലേ? അപ്പോൾ നമ്മൾ ഇനി R2 ആയിട്ട് മാത്രമേ ഓപ്പറേഷൻ കൊടുക്കാവുള്ളൂ കേട്ടോ. R1 കൊടുക്കരുത്. R1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, R1ൽ ഇപ്പൊ കണ്ടോ, ഇവിടെ 1 അല്ലേ കിടക്കുന്നത്. അപ്പൊ R1 നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവിടെ സീറോ ആക്കിയിട്ടുള്ള ഈ ടേം പിന്നെയും നോൺ സീറോ ആയി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ R2 ആയിട്ട് മാത്രമേ ഓപ്പറേഷൻസ് കൊടുക്കാവുള്ളൂ. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 പ്ലസ് മുകളിലേക്ക് നോക്കിയേ, -3 തൊട്ട് മുകളിൽ R2ൽ എന്താ 1 ആ കിടക്കുന്നത്. ആ 1ന്റെ അവിടെ 3 ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം. അപ്പൊ 1ന്റെ അവിടെ 3 ആക്കാൻ എന്ത് ചെയ്യും? ഒരു 3 കൊണ്ട് നമ്മൾ R2വിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി മാറി? -3 + 3 × 1 -3 + 3 ഈസ് ഈക്വൽ ടു 0 എന്നായി മാറിയില്ലേ? അപ്പൊ നമുക്കതൊന്ന് എഴുതാം, 0. ഇപ്പൊ നമ്മൾ 0 ആക്കി. അടുത്ത ടൈം എന്താ? 10 + 3 × -4 എന്ത് കിട്ടുന്നു? അപ്പോൾ 10 - 12 -2. അടുത്ത എന്താണ്? 24 + 3 × -10. അപ്പൊ എന്ത് കിട്ടുന്നു? 24 - 30 which is equal to -6 എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്താ? ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്താ? -2. അതിന് തൊട്ട് താഴെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടം വെച്ചിട്ട് നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം നിർത്താം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് റാങ്ക് കണ്ടുപിടിക്കുക അല്ലേ? നമ്മളിപ്പോ ചെയ്ത് നോൺ ഹോമോജീനിയസ് അല്ലേ? അപ്പോൾ നോൺ ഹോമോജീനിയസിന്റെ നമ്മുടെ ഇക്വേഷൻസ് അറിയാം. റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ, അങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസ്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം റാങ്ക് ഓഫ് എ ബി ഒന്ന് കണ്ടുപിടിക്കാം. റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ മെട്രിക്സിന്റെ റാങ്ക്. റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നോൺ സീറോ ആയിട്ടുള്ള എത്ര റോ ഉണ്ടെന്ന് എണ്ണുന്നു. അതായത് ഫുള്ള് സീറോ അല്ലാത്ത റോകളുടെ എണ്ണം. ഒന്നാമത്തെ റോ ഫുള്ള് സീറോ അല്ലാതെ അപ്പോൾ 1. രണ്ടാമത്തെ റോയിലും എലമെന്റ്സ് ഉണ്ട് 2. മൂന്നാമത്തെ റോയിലെ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എത്ര ആണ് ഇവിടെ നോൺ സീറോ റോസിന്റെ എണ്ണം? 3 ആണ്. അപ്പൊ റാങ്ക് ഓഫ് എ ബി 3 കിട്ടിയോ? റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റിലത്തെ കോളം ഒഴിവാക്കി അത് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള മെട്രിക്സ് നോക്കി. 1 1 1 0 1 -4 0 0 -2 അതിന്റെ റാങ്ക് ആണ്. അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 3 തന്നെ അല്ലേ കിട്ടുന്നത്? റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാലും 3 അല്ലേ കിട്ടുന്നത്? ഈ ഒരു ഇത്രയും പോർഷൻ നോക്കി, ഇതാണ് നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഇത് ഫുള്ള് വരുമ്പോൾ മെട്രിക്സ് എ ബി ആയി.
ഇവിടുത്തെ റാങ്ക് എന്താണ്? ഇവിടുത്തെ റാങ്ക് 3 അല്ലേ? ഓക്കെ, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇനി എന്താണ്? നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസ് എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വേരിയബിൾ ആണ്. ഇക്വേഷൻ നോക്കിയാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്നല്ലേ? അപ്പൊ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ്. അപ്പൊ 3 അൺനോൺസ് ആണുള്ളത്. ഇത് 3 ഈക്വൽ ആയെന്ന് മനസ്സിലായോ? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയാൽ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം കൺസിസ്റ്റന്റ് and has unique solution. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എഴുതണം. അതായത് നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതണ്ടേ? നമ്മൾ ഏറ്റവും അവസാനം റോ ഓപ്പറേഷൻസ് എല്ലാം കൊടുത്ത് കിട്ടിയിട്ടുള്ള ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് റോ എന്താണ്? 1 1 1 6 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. The equation becomes എന്താണ്? സെക്കൻഡ് റോ നോക്കി. സെക്കൻഡ് റോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? 0 1 -4 -10. അപ്പോൾ എക്സിന്റെ ടൈം 0 ആണ്. വൈയിലുണ്ട് എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ വൈ പ്ലസ് -4 അല്ലേ? അപ്പോൾ വൈ -4 ഇസഡ് ഈസ് ഈക്വൽ ടു -10. മൂന്നാമത്തേത് നോക്കി. എക്സിന്റെയും വൈയുടെയും ടൈം ഇല്ല. ഇസഡ് എന്താണ്? -2. അപ്പൊ -2 ഇസഡ് ഈസ് ഈക്വൽ ടു -6. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്ലൈയിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. എന്താണ് ഞാൻ പറഞ്ഞത്? അപ്ലൈയിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് 2ഉം ഇത് 3ഉം ആയാൽ ബാക്കിൽ നിന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 എടുക്കുന്നു. 3 എന്താണ്? -2 ഇസഡ് ഈസ് ഈക്വൽ ടു -6 അല്ലേ? അതായത് മൈനസും പോയി ഇസഡ് ഈസ് ഈക്വൽ എന്താ? 6/2. എന്ത് കിട്ടുന്നു? 3 എന്ന് കിട്ടും. അപ്പൊ ഇസഡിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇസഡിന്റെ കിട്ടിയ വാല്യൂ എന്ത് കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 2ൽ കൊടുക്കണം. അതാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ബാക്കിൽ നിന്ന് നമ്മൾ കൊടുത്ത് മുകളിലേക്ക് കയറും. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 എന്തായി മാറി? ഇക്വേഷൻ നമ്പർ 2 എന്താണ്? y -4 ഇസഡ്. അപ്പൊ y -4 × 3 ഇസഡ് 3 ആണല്ലോ, ഇസ് ഈക്വൽ ടു -10. അപ്പൊ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടുന്നു? y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? -10 + 12. അതായത് y ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടിയല്ലോ. ഇതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1-നകത്ത് കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 1-നകത്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്നല്ലേ? ഇസഡ് എന്താണ്? 3 ഈസ് ഈക്വൽ ടു 6 എന്നല്ലേ? അതായത് എക്സ് പ്ലസ് എന്ത് കിട്ടുന്നു? 5 ഈസ് ഈക്വൽ ടു 6. എക്സ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടുന്നു? 6 - 5 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അതായത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്? സിസ്റ്റം കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് യുണീക് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് ഒരു വാല്യൂവേ ഉള്ളൂ, വൈക്ക് ഒരു വാല്യൂവേ ഉള്ളൂ, ഇസഡിന് ഒരു വാല്യൂ ഉണ്ട്. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ 1 ആണ് കിട്ടിയത്. വൈയുടെ വാല്യൂ എന്താ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഇസഡിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 3 ആണ് കിട്ടിയത്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് ചെയ്യുന്ന മനസ്സിലായോ? ഗോസ് എലിമിനേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായോ? ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് തൊട്ട് താഴെ നമ്മൾ 0 ആക്കി കൊടുത്തു പോയാൽ മതി. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവുന്നതായിരിക്കും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ x + 2y - z is equal to 3, 3x - y + 2z is equal to 1, 2x - 2y + 3z is equal to 2, x - y + z is equal to -1. സൊല്യൂഷൻ. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം എന്താണ്? ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് എഴുതുന്നത്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞേ. ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി. ഇവിടെ ബി മെട്രിക്സ് ഉണ്ടല്ലോ, റൈറ്റ് സൈഡിൽ എന്തുണ്ട്? ടേംസ് ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ.
മറ്റേ ഫസ്റ്റ് ഇക്വേഷൻ എന്താ എക്സ് പ്ലസ് 2y മൈനസ് ഇസഡ് ഈസിക്കൽ 3. അപ്പോൾ നേരെ അങ്ങ് എഴുതിയാൽ മതി. എക്സിന്റെ ക്വസ്റ്റ്യൻ 1, വൈയുടെ എന്താണ് 2, ഇസഡിന്റെ എന്താണ് -1. ബി മെട്രിക്സ് എന്താണ് 3. രണ്ടാമത്തേതോ 3 -1 2 1. മൂന്നാമത്തെ റോയോ 2 -2 3 2. അടുത്ത എന്ത് വരുന്നു 1 -1 1 -1. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോൺ സീറോ ആണോ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നോൺ സീറോ ആണ്, 1 ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി ആ 1ന് തൊട്ട് താഴെ ഉള്ളത് ടേംസ് നോക്കുന്നു, അതൊക്കെ സീറോ ആണോ ചെക്ക് ചെയ്യുന്നു. സീറോ അല്ല എന്നുണ്ടെങ്കിൽ സീറോ ആക്കണം. ഏതൊക്കെ സീറോ ആക്കണം? അപ്പോൾ ഈ 3 സീറോ ആക്കണം, 2 സീറോ ആക്കണം, 1 സീറോ ആക്കണം. അപ്പൊ ഇത് മൂന്നും വട്ടമിട്ടേക്കുന്ന മൂന്നും സീറോ ആക്കാനുള്ള ഓപ്പറേഷൻസ് നമ്മൾ കൊടുക്കാൻ പോവാം. ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈൻ കൊടുക്കണം. അതിനുശേഷം ഫസ്റ്റ് റോ നമ്മൾ അതേപോലെ എഴുതുന്നു, അത് മാറ്റുന്നുണ്ട്. 1 2 -1 3. രണ്ടാമത്തെ റോ എന്താണ്? R2 changes to, ഇവിടെ 3 ആണ് കിടക്കുന്നത്. അപ്പോൾ 3ന്റെ അവിടെ സീറോ ആക്കാൻ 3 - 3 സീറോ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത് എന്താ? 1, R1 ആണ് അല്ലേ? നോക്കിയേ, ഫസ്റ്റ് റോയല്ലേ ഇപ്പൊ ഞാൻ എഴുതിയ 1 2 -. അപ്പൊ ഫസ്റ്റ് റോയുമായിട്ട് വേണം ഓപ്പറേഷൻസ് എല്ലാം കൊടുക്കാൻ. അപ്പൊ ഫസ്റ്റ് റോയിലെ എലമെന്റ് എന്താ? ആ 3ക്ക് മുകളിലുള്ളത് 1 ആണ്. അപ്പൊ 1ന്റെ അവിടെ 3 ആയിരുന്നെങ്കിൽ 3 - 3 സീറോ ആണ്. അപ്പൊ ഓപ്പറേഷൻ എങ്ങനെ വരും? R2 changes to R2 - 3R1. ഓക്കെ, അപ്പൊ അതൊന്ന് കൊടുത്തേ. അപ്പൊ എന്ത് കിട്ടുന്നു? 3 - 1 × 3 0. അടുത്ത എന്ത് കിട്ടുന്നു? -1 -3 × 2. അപ്പൊ -1 -6, അപ്പൊ -7. അടുത്ത എന്ത് കിട്ടുന്നു? 2 - 3 × -1. അപ്പൊ 2 + 3 5 എന്ന് കിട്ടുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? 1 - 9 -8 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ സെക്കൻഡ് റോ. ഇനി തേർഡ് റോ R3 changes to, R3 എന്താ? 2 അല്ലേ കിട? 2ന്റെ അവിടെ സീറോ ആക്കാൻ R1 നമ്മൾ ഓപ്പറേഷൻ. R1ൽ 1 ആണ്. R3 changes to R3 - 2R1. ഓക്കെ, രണ്ടാക്കിയാൽ മതി. രണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ 2 - 2 സീറോ ആകത്തില്ലേ? ഓപ്പറേഷൻ എന്ത് വരുന്നു? എന്ത് വരും? ഇത് സീറോ വന്നു. അടുത്ത ടൈം എന്ത് വരുന്നു? -2 -4, അപ്പൊ -6 വരില്ലേ? അടുത്ത എന്ത് വരുന്നു? 3 - 2 × -1. അപ്പൊ 3 + 2 എന്ത് കിട്ടുന്നു? 5 എന്ന് കിട്ടുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? 2 - 2 × 3. അപ്പൊ 2 - 6 -4 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി R4 ഫോർത്ത് റോയിൽ എന്താണ്? ഫോർത്ത് റോയിൽ വേണ്ട നോക്കിയാൽ ഈ 1ന്റെ അവിടെ സീറോ ആക്കണം. അപ്പൊ മുകളിൽ R1 നമ്മൾ ചെയ്യണ്ടേ? R1ൽ ഇവിടെ 1 അല്ലേ കിടക്കുന്നത്? അപ്പൊ 1 - 1 സീറോ അല്ലേ? അപ്പൊ R4 changes to എന്ത് വരും? ഓപ്പറേഷൻ R4 - R1. R4 - R1, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടുന്നു? നോക്കി, അപ്പൊ എന്ത് കിട്ടും? 1 - 1 0, -1 -2 -3. അടുത്ത എന്ത് കിട്ടുന്നു? 1 - -1, അപ്പോ 2. അടുത്ത എന്ത് കിട്ടുന്നു? -1 -3 എന്ത് കിട്ടുന്നു? -1 -3, അപ്പൊ -4. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അതെല്ലാം കഴിഞ്ഞു. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് തൊട്ട് താഴെ സീറോ ആക്കി. ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് റോ നമ്മൾ അതേപോലെ എഴുതുന്നു, 1 2 -1 3. സെക്കൻഡ് റോയിലേക്ക് പോകുന്നു. സെക്കൻഡ് റോ -7 അല്ലേ? ആ -7 തൊട്ട് താഴെയുള്ള എലമെന്റുകൾ സീറോ ആണ്. അല്ല, -6 -3 അത് സീറോ ആണ്. സെക്കൻഡ് റോ നമ്മൾ അതേപോലെ എഴുതുന്നു, 0 -7 5 -8. ഓക്കെ, ക്ലിയർ? ഇനി -6 -3 നമ്മൾ ഏതുമായിട്ടാണ് ഓപ്പറേഷൻ കൊടുക്കുന്നത്? ഇനി ഒരിക്കലും നമ്മൾ R1 ഓപ്പറേഷൻ കൊടുക്കുന്നത്, R2 ഓപ്പറേഷൻ. R2 എന്താ കിടക്കുന്നത്? 7 അല്ലേ കിടക്കുന്നത്? താഴെ എന്താണ്? -6 ആണ്. അപ്പോൾ ഈ -6 എന്ന് പറയുന്നത് സീറോ ആക്കണം. അത് സീറോ ആക്കാനായിട്ട് എന്ത് ഓപ്പറേഷൻ കൊടുക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാം. ഈ 6നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം,
ഈ 7നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സൈൻ വെച്ചിട്ട് അറേഞ്ച് ചെയ്യണം. അതായത് ഈ 6ന്റെ കൂടെ ഞാൻ ഒരു 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 42 കിട്ടത്തില്ലേ? 7ന്റെ കൂടെ ഞാനൊരു 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് തിരിച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? എനിക്ക് അവിടെ 42. അപ്പൊ 42 മൈനസ് 42 0 ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരു സൈൻ ഉണ്ട് അല്ലേ? ഇവിടെ -6 അല്ലേ? -6. അപ്പൊ ഇവിടെ എന്താണ്? -7 അല്ലേ? അപ്പൊ നമ്മൾ അത് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ എഴുതി കാണിക്കാം. ഞാൻ ഓപ്പറേഷൻ അപ്പൊ എന്താ വരുന്നത്? R3 ചേഞ്ചസ് ടു 7R 7R3 മൈനസ് 6R2. ഓക്കെ, അതായത് ക്രോസ് ചെയ്യുന്നു. 6നെ നമ്മൾ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 എന്ന് പറയുന്ന ടീമിനെ നമ്മൾ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 7ന്റെ കൂടെ 7നെ എടുത്ത് താഴോട്ട് എന്നിട്ട് അത് സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 0 ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നോക്കി, ഞാൻ ഇവിടെ സൈക്കിളായിട്ട് അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് എഴുതി കാണിച്ചു തരാം. സംശയം വേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുക. നോക്കാം. ഇത്ര മതിയല്ലോ. അപ്പോ 7 ഇൻറ്റു R3 എന്താ? -6 അല്ലേ? -6 -6 ഇൻറ്റു -7 ആണ് R2. അപ്പൊ എന്ത് കിട്ടുന്നു? -42 -42 അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? 0 കിട്ടത്തില്ല. ഇവിടുത്തെ മൈനസും ഇവിടുത്തെ മൈനസും പ്ലസ് ആയി 0. ഇത് 0, ഇത് 0 ആയി. ഓക്കെ, അടുത്ത എന്താണ്? 7 ഇൻറ്റു 5 മൈനസ് 6 ഇൻറ്റു 5. അപ്പൊ എന്ത് കിട്ടുന്നു? 7 5 35. 35 മൈനസ് 30 5. അടുത്ത എന്ത് കിട്ടുന്നു? 7 ഇൻറ്റു -4 മൈനസ് 6 ഇൻറ്റു -8. അപ്പോൾ 7 ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ -28 വരും. -28 പ്ലസ് 48. അപ്പൊ എന്ത് കിട്ടുന്നു? 20 കിട്ടുന്നു. ഓക്കെ ആണല്ലോ ഇത്രയും? ഓക്കെ, ഓപ്പറേഷൻ ക്ലിയർ ആണ് വിചാരിക്കുന്നു. നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ അപ്പൊ R3 നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ R4ലേക്ക് നോക്കും. R4 എല്ലാ R2 ആയിട്ട് വേണം ഓപ്പറേഷൻ കൊടുക്കാൻ. R2 ആണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ -3 ആണ്. R2ൽ നോക്കുമ്പോൾ 7 ആണ് കിടക്കുന്നത്. ഇതും നേരെ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നു. 7 എന്താ? ഈ 3 എടുത്ത് 7ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 എടുത്ത് 3ന്റെ കൂടെ മൾട്ടിപ്ലൈ. അങ്ങനെയുള്ള ഓപ്പറേഷൻസ് കൊടുക്കുക. അപ്പോൾ 7R4 മൈനസ് 3R2 കൊടുത്തേ. അപ്പൊ എന്ത് കിട്ടുന്നു? ഇത് 0 ആണ്. അടുത്ത എന്ത് കിട്ടുന്നു? 7 ഇൻറ്റു -3. അപ്പൊ എന്താ? 7 ഇൻറ്റു -3 -21. -21 മൈനസ് -21. അപ്പൊ എന്ത് കിട്ടും? -21 പ്ലസ് 21 0. അടുത്ത എന്താ? നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എഴുതി കൂട്ടി നോക്കാം. രണ്ടാമത്തെ ടൈം എന്താണ്? മൂന്നാമത്തെ ഇത് നോക്കി. മൂന്നാമത്തെ കോളത്തിനകത്തുള്ള ഇതെന്താ? 2 അല്ലേ കിടക്കുന്നത്? അപ്പൊ 7 ഇൻറ്റു 2 എന്താണ്? 14. 14 മൈനസ് 3 ഇൻറ്റു 5 15. അപ്പൊ -1 വരുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? R2 ആയിട്ട് വേണേ കൊടുക്കാൻ. R4ൽ എന്താ? -4 അല്ലേ? 7 ഇൻറ്റു -4 മൈനസ് 3 ഇൻറ്റു R2ൽ എന്താ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു -8 അല്ലേ കിടക്കുന്നത്? അപ്പൊ എന്ത് കിട്ടുന്നു? -28 പ്ലസ് 24. അപ്പൊ എന്ത് കിട്ടുന്നു? -4 കിട്ടുന്നു. ഓക്കെ, -4 കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താ? ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇനി നമ്മൾ തേർഡ് റോയിലേക്ക് പോയി. അപ്പൊ സെക്കൻഡ് റോയിൽ തൊട്ട് താഴെ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ തൊട്ട് താഴെയുള്ളത് 0 ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് റോയിലേക്ക് വരുന്നു. തേർഡ് റോയിലേക്ക് വന്നപ്പോൾ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 5 ആണ്. ആ 5ന് തൊട്ട് താഴെ നമ്മൾ നോക്കിയപ്പോൾ എന്താ കിടക്കുന്നത്? -1 ആണ് കിടക്കുന്നത്. ആ -1 നമുക്ക് 0 ആക്കണ്ടേ? ഇനി അപ്പൊ അടുത്ത ഓപ്പറേഷൻസ് അത് 0 ആക്കാനുള്ള. അപ്പൊ ആദ്യത്തെ 3 റോ നമ്മൾ അതേപോലെ എഴുതണം. നാലാമത്തെ റോയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ 1 2 -1 3. അടുത്ത എന്താണ്? 0 -7 5 -8 0 0 5 20. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരെ R4 ചേഞ്ചസ് ടു R4ൽ എന്താ? -1 തൊട്ട് മുകളിൽ 5 അല്ലേ കിടക്കുന്നത്? അപ്പൊ തൊട്ട് മുകളിലുള്ള റോയുമായിട്ട് ഓപ്പറേഷൻ കൊടുക്കാവളെ. അപ്പൊ 5 അപ്പൊ താഴെ ഒരു -5 ആയിരുന്നെങ്കിൽ -5 പ്ലസ് 5 0 ആയിരുന്നു. അപ്പൊ അതിനുള്ള ഓപ്പറേഷൻ എന്താ? 5 R4 പ്ലസ് R3. അപ്പൊ എന്ത് കിട്ടുന്നു? 5 ഇൻറ്റു -1
-5 -5 + 5 0. അപ്പോൾ ആ ടൈം എന്തായി പോയി, 0 ആയിട്ട്. അടുത്ത എന്ത് കിട്ടുന്നു, 5 × -4 -20 -20 + 20 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ആ റോ ഫുള്ള് 0 ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പറേഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് തൊട്ട് താഴെയുള്ള എലമെന്റുകളെല്ലാം 0 ആക്കി കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് എഴുതാനുള്ളത്? ഇനി നമ്മൾ റാങ്ക് കണ്ടുപിടിക്കണം, വേണ്ടേ? അപ്പോൾ റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു, നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നോൺ സീറോ ആയിട്ടുള്ള എത്ര റോ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ലാസ്റ്റ് റോ എന്താണ്, ഫുള്ള് 0 അല്ല, അപ്പോൾ അത് നമ്മൾ എണ്ണത്തില്ല. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത്, റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 ആണ്. ഇനി റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ബി മെട്രിക്സ് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള റോകൾ എണ്ണി നോക്കിയാൽ നോൺ സീറോ ആയിട്ടുള്ള റോകൾ അപ്പോഴും 3 ആണ് കിട്ടുന്നത്, അല്ലേ? അപ്പൊ എന്താണ് നമ്പർ ഓഫ് അൺനോൺസ്? എന്തൊക്കെയുണ്ട് നമ്പർ ഓഫ് അൺനോൺസ്? നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, 3 അല്ലേ? അപ്പോൾ ഇത് 3 ഈക്വൽ ആണല്ലോ. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയാൽ സിസ്റ്റം എന്താണ്, കൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് ആൻഡ് ഹാസ് യുണീക് സൊല്യൂഷൻ. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഈ റോ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനം എഴുതി നിർത്തിയേക്കുന്ന മെട്രിക്സിന്റെ ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യണം. ഇക്വേഷൻ ആയിട്ടാണ് എഴുതാം. എന്താ അപ്പൊ ഫസ്റ്റ് റോയുടെ ഇക്വേഷൻ എന്ത് വരുന്നു, എക്സ് പ്ലസ് 2y - z = 3. രണ്ടാമത്തെ റോയുടെയോ -7y + 5z = -8. മൂന്നാമത്തെ എന്ത് വരുന്നു, 5. അതായത് എക്സ് വൈ 0 ആണ്, ഇസഡിന്റെ ടൈം മാത്രമേ ഉള്ളൂ. 5z = 20. 5z = 20. ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3. അപ്ലൈയിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇസഡ് എന്ത് കിട്ടുന്നു, അപ്ലൈയിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കുമ്പോൾ ഇസഡ് എന്ത് കിട്ടുന്നു, 20 / 5 എന്താണ് 4. അപ്പോൾ ഇസഡ് നമുക്ക് കിട്ടി അല്ലേ. ഇക്വേഷൻ നമ്പർ 3 നിന്നും ഇസഡ് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 ആ ഇസഡിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് y കിട്ടും. എന്താണ് y കിട്ടുന്നത്, ഇസഡിന്റെ അവിടെ 4 കൊടുക്കുമ്പോൾ 5 × 4 20. അപ്പൊ -8 - 20. അപ്പൊ -28 / -7. അപ്പൊ എന്ത് കിട്ടുന്നു, അതും 4 എന്നല്ലേ കിട്ടുന്നത്. ഇത് നേരെ കൊണ്ടുപോയി ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ, ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ എക്സ് എന്ത് കിട്ടുന്നു, x = x + 2y - z അല്ലേ. അതായത് x + 8 - 4. അപ്പൊ എന്ത് കിട്ടുന്നു, -1 കിട്ടത്തില്ല, അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് 3 - 8 + 4. അപ്പോൾ 3 - 4 - 1. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിന്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ 4, സെഡിന്റെ വാല്യൂ 4. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാൽ, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് y + z - 2w = 0, 2x - 3y - 3z + 6w = 2, 4x + y + z - 2w = 4. ഇതും എന്ത് തരം ഇക്വേഷൻ ആണ്? ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ? ഹോമോജീനിയസ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 0 അല്ലേ വരേണ്ടത്. ഇവിടെ എന്താണ്, സമത്തിന്റെ അപ്പുറത്ത് എന്താണ് നോക്കിയേ. ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ കാര്യമാക്കണ്ട, ഫസ്റ്റ് ഇക്വേഷനിൽ 0 ആണ്. പക്ഷെ സെക്കൻഡ് ഇക്വേഷനിലും തേർഡ് ഇക്വേഷനിലും എന്തുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത്, ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുന്നു. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് എഴുതിക്കുക. ഓഗ്മെന്റഡ് മെട്രിക്സ്
മെട്രിക്സ് എ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് മെട്രിക്സ് ഫസ്റ്റ് റോ എന്താണ്? എക്സിന്റെ ഇല്ലല്ലോ, അപ്പോൾ 0, y1 z -2, അടുത്ത ബി മെട്രിക്സ് 0, അടുത്ത എന്താണ്? 2 -3 -3. ഒരു സെക്കൻഡ്, ഇസഡിനെ നമ്മൾ എഴുതിയില്ല. ഓക്കെ, സോറി. ഫസ്റ്റ് റോയിൽ ഒരു ടൈം കൂടെ എഴുതാൻ വിട്ടുപോയി. സോറി. ഫസ്റ്റ് റോ എന്താ ഒന്നുകൂടെ പറഞ്ഞ്? 0, 1, ഇസഡിനെ നമ്മൾ എഴുതിയില്ല. ഇസഡിൻ്റെ ഒരു 1 ഉണ്ട്, ഡബ്ല്യൂന്റെ ഒരു -2 ഉണ്ട്, ബി മെട്രിക്സ് 0 ഉണ്ട്. ഓക്കെ, സെക്കൻഡ് റോ എന്താണ്? 2 -3 -3 6 2. അടുത്ത എന്താണ്? 4 1 1 -2 4. ഓക്കെ, കറക്റ്റ് അല്ലേ? 2 -3 -3 6 2 4 1 1 -2 4. ഓക്കെ, ഇനി നമ്മൾ ഓപ്പറേഷൻസ് കൊടുക്കാൻ പോവുകയാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോൺ സീറോ ആയിരിക്കും. ഇവിടെ നോൺ സീറോ ആണോ? അല്ല, ഇവിടെ 0 അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? റോയിനെ ഇന്റർചേഞ്ച് ചെയ്യുന്നു. നമ്മൾ രണ്ടാമത്തെ റോയിനെ എടുത്ത് ഒന്നാമത് കിട്ടും, ഒന്നാമത്തെ റോയിനെ എടുത്ത് രണ്ടാമത് കിട്ടും. അപ്പൊ R1 ഇന്റർചേഞ്ചസ് ടു R2 കൊടുക്കും. അത് എന്തുകൊണ്ടാണ് കൊടുത്തത്? നമ്മുടെ ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് 0 ആണ്. 0 ആകരുത്. അപ്പോൾ നമ്മൾ R1 ഇന്റർചേഞ്ചസ് ടു R2 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായി മാറി? രണ്ടാമത് കിടന്ന റോ എടുത്ത് ഒന്നാമത് കിട്ടും. അപ്പൊ 2 -3 -3 6 2. അടുത്തത് അപ്പോൾ 0 1 1 -2 0. അടുത്തത് 4 1 1 -2 4. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി എന്താണ് സംഭവം? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇപ്പൊ എന്തായി? 2 ആയി മാറി. ആ 2വിന് തൊട്ട് താഴെ 0 ആണോ ചെക്ക് ചെയ്യണം. 2വിന് തൊട്ട് താഴെയുള്ള എലമെന്റ്സ് എന്താണ്? 0 ഉണ്ട്, ഒരു 4 ഉണ്ട്. അപ്പൊ 0 ഉള്ളതിൽ ചേഞ്ച് ഒന്നും വരുത്തണം. അതായത് R2വിൽ നമ്മൾ ചേഞ്ച് വരുത്തണ്ട. പക്ഷെ R3യിൽ നമ്മൾ 4 ആണ് പറയുന്നത്. ആ 4 0 ആക്കണം അല്ലേ? അത് നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ രണ്ട് റോ നമ്മൾ അതേപോലെ എഴുതിയാൽ മതി. 2 -3 -3 6 2 അതേപോലെ എഴുതി. രണ്ടാമത്തെ റോയും അതേപോലെ എഴുതി. രണ്ടാമത്തെ റോയിൽ എന്താ? 0 ഉള്ളത് കൊണ്ട് അത് മാറ്റമില്ല. ഓക്കെ, അപ്പൊ അതേപോലെ എഴുതി. മൂന്നാമത്തെ റോയിൽ 4 ആ കിടക്കുന്നത് അല്ലേ? വട്ടമിട്ടേക്കുന്ന 4. ആ 4ന്റെ അവിടെ 0 ആക്കണം. 4ന്റെ അവിടെ 0 ആക്കണം. ഏത് റോയുമായിട്ട് നമ്മൾ ഓപ്പറേഷൻ R1 ചെയ്യേണ്ടത് കേട്ടോ. R1ൽ എന്താ? 2 അല്ലേ കിടക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. 2ന്റെ അവിടെ ഒരു 2 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 ആവും. അപ്പൊ 4 - 4 0 ആകും എന്ന് അറിയാം. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 - 2 R1. ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 4 - 4 0. അടുത്ത എന്ത് കിട്ടുന്നു? 1 - 2 into -3. അപ്പോൾ 1 -6. അപ്പോൾ 7. അടുത്ത എന്ത് കിട്ടുന്നു? 1 - 2 into -3. അവിടെയും പിന്നെയും 7 കിട്ടുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? -2 -2 into 6. -2 -12. അപ്പോൾ -14 കിട്ടുന്നു. അടുത്തത് എന്ത് കിട്ടുന്നു? 4 - 2 into 2. അത് 4 - 4 0 ആയി മാറും. ക്ലിയർ ആണല്ലോ? ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇനി സെക്കൻഡ് റോയിലേക്ക് വരുന്നു. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. ആ 1ന് തൊട്ട് താഴെ 0 ആണോ ചോദിക്കുന്നത്? അല്ല, 7 ആണ് കിടക്കുന്നത്. അപ്പൊ ആ 7 0 ആക്കാനുള്ള ഓപ്പറേഷൻസ് കൊടുക്കണം. അപ്പൊ എന്താണ്? ആദ്യത്തെ രണ്ട് റോ നമ്മൾ മാറ്റമൊന്നുമില്ല, അത് അതേപോലെ എഴുതുന്നു. -3 6 2 0 1 1 -2 0. R3 ചേഞ്ചസ് ടു R3യിൽ എന്താണ്? 7 അല്ലേ കിടക്കുന്നേ. ആ 7ന്റെ അവിടെ 0 ആക്കാൻ എന്താ? 7 - 7 0 ആണെന്ന് അറിയാം. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 - 7 R2. R2 ആയിട്ടാണ് ഓപ്പറേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ 0 ഇതും 0 ആയി മാറി, അതും 0 ആയി മാറി. അടുത്തത് എന്ത് വരുന്നു? -14 -7 into -2. അപ്പോൾ -14 + 14 0 ആയി മാറി. അടുത്തത് 0 - 0 0 ആണ്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് എന്താ, നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. നമുക്കിനി റാങ്ക് കാണാം അല്ലേ. റാങ്ക് ഓഫ് എ ബി എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ ആയിട്ടുള്ള എത്ര റോ ഉണ്ട് ഇവിടെ? 2 എണ്ണം അല്ലേ ഉള്ളൂ. അപ്പൊ റാങ്ക് ഓഫ് എ ബി 2 ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 2 തന്നെയാണ്. പക്ഷെ നമ്പർ ഓഫ് അൺനോൺസ് എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് അൺനോൺസ് എത്ര എണ്ണം ഉണ്ട്? ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യനകത്ത് നോക്കുക. ക്വസ്റ്റ്യൻ എടുത്ത് കണ്ടോ, എക്സ് വൈ ഇസഡ് ഡബ്ല്യു 4 എണ്ണമില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. നമുക്ക് എന്താണ് കിട്ടിയത്? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. പക്ഷെ എന്താ? ആൻഡ് ഹാസ് infinite number of solution. Infinite number of solution. ഓക്കെ, അപ്പോൾ എക്സിനും വൈക്കും ഇസഡിനും ഡബ്ല്യൂനും ഒക്കെ എന്താ, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ കാണണം. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്, അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എൻ മൈനസ് ആർ ആണ്. എൻ മൈനസ് ആർ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചേക്ക്. എൻ മൈനസ് ആർ ഇവിടെ സ്മോൾ എൻ ആയിട്ട് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് അൺനോൺസ് ആണ്. നമ്പർ ഓഫ് അൺനോൺസ്. സ്മോൾ ആർ ആയിട്ട് സൂചിപ്പിക്കുന്ന റാങ്ക് ആണ്. റാങ്ക്. അപ്പൊ ഇവിടുത്തെ ആർബിട്രറി കോൺസ്റ്റന്റ് എന്താ? ആർബിട്രറി കോൺസ്റ്റന്റ് എന്ത് വരുന്നു? എൻ എന്താണ്? 4 ആണ്. റാങ്ക് എന്താണ്? 2 ആണ്. അപ്പോൾ 2 എണ്ണമാണ് നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ലാസ്റ്റ് എഴുതിയിട്ടുള്ള മെട്രിക്സ് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യും അല്ലേ. അപ്പൊ 2 - 3 - 3 62 അല്ലേ. 2 - 3 -3 6 2. ഓക്കെ, അടുത്തതോ? അടുത്ത സെക്കൻഡ് റോ എന്താ? 0 1 1 -2 0. 0 1 1. അപ്പോൾ 0 1 1 -2 0. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നിങ്ങൾക്കറിയാം ആർബിട്രറി കോൺസ്റ്റന്റ് എത്ര? 2 എണ്ണമാണെന്ന് അറിയാം. അപ്ലൈയിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് വന്നപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷനകത്ത് എന്താ? വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ഇവിടുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ആരമാർഗം ശ്രദ്ധിക്കുക, ഇവിടുന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡബ്ല്യുവിന് പുട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തു. പുട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ എന്ന്. അപ്പോൾ നമ്മുടെ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് കഴിഞ്ഞു. 2 എണ്ണം കൊടുക്കാൻ പറ്റും. ഡബ്ല്യു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ ഇസഡിന്റെ വാല്യൂ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അതിന് ഞാൻ ഇസഡിന് ഞാൻ അടുത്ത ഇത് കൊടുത്തു. പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു ബി എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൈ കിട്ടിയില്ലേ? വൈ ഈസ് ഈക്വൽ നമുക്ക് അപ്പൊ എന്ത് കിട്ടുന്നു? നോക്കിക്കേ, വൈ എന്ത് കിട്ടുന്നു? ഇക്വേഷൻ അതോട്ട് കൊടുത്തേ. വൈ ഈസ് ഈക്വൽ ടു 2w മൈനസ് ഇസഡ് എന്ന് എഴുതാം അല്ലേ. എച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2a മൈനസ് ബി എന്ന് കിട്ടി. ഓക്കെ, വൈ അപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ എക്സ് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത ഇക്വേഷൻ നമ്പർ 1 എന്താണ്? 2x മൈനസ് 3 ഇൻറ്റു വൈ. വൈയുടെ വാല്യൂ ഞാൻ കൊടുക്കുവാണ്. 2a മൈനസ് ബി എന്ന് കൊടുത്തു. മൈനസ് 3 ഇൻറ്റു ഇസഡ്. ഇസഡ് എന്താണ്? ബി ആണ്. പ്ലസ് ഡബ്ല്യു എന്താണ്? 6a ഇസ് ഈക്വൽ ടു 2. സോൾവ് ചെയ്തേ. അപ്പോൾ 2x മൈനസ് 6a പ്ലസ് 3b മൈനസ് 3b പ്ലസ് 6a ഇസ് ഈക്വൽ ടു 2. ഇവിടുത്തെ മൈനസ് 6aയും പ്ലസ് 6aയും വെട്ടിപ്പോയി. 3bയും 3bയും വെട്ടിപ്പോയി. നമുക്കപ്പോൾ എന്തുണ്ട് ഏറ്റവും അവസാനം? നമുക്കപ്പോൾ എന്തുണ്ട്? 2x ഇസ് ഈക്വൽ ടു 2 എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ x ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു?
1 എന്ന് കിട്ടും. The solution is x is equal to 1, y is equal to 2a minus ba, z is equal to ba, w is equal to a. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഗോസ് എലിമിനേഷന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഗോസ് എലിമിനേഷന്റെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇനി റോയ്ക്ലോൺ മെത്തേഡ് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമന്റ്സിനനുസരിച്ചാണ് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ഇതിനകത്ത് ഇടുന്നത്. ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ KTU സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ലൈവ് അപ്ഡേറ്റ്സ് കൊടുക്കുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ട്രേസ് KTU ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.